എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാളായിട്ടാണ് ഞാൻ സംവിധായകൻ രഞ്ജിത്തിനെ കാണുന്നത്. അദ്ദേഹത്തിനോടൊപ്പം പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ എന്നെ മമ്മൂക്ക വിളിപ്പിച്ചതാണ്. അതിൽ ഡബിളല്ല ത്രിബിൾ റോളായിരുന്നു. അതിലൊരു പാട്ട് സീനൊക്കെ ഉണ്ട്, കിടന്നുകൊണ്ട് ഇങ്ങനെ കൈ തട്ടിയിട്ട്. അപ്പോൾ മമ്മൂക്ക ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് ആ സീൻ നോക്കുക, അത് ഞാനാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് TR റസാഖൊരു പേരിട്ടു, ബോഡി സെയിൽസ്മാൻ, ശരീരം വിറ്റ് കിടക്കുന്നത്, ബോഡി കച്ചവടക്കാരെന്ന്. പക്ഷെ അവിടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ശരീരം മാത്രമല്ല മുഖവും കാണിക്കാനുള്ള അവസരം തന്നെ എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ടാണ് എനിക്ക് രഞ്ജിയേട്ടൻ ഓഫർ തരികയും അതിന് അവസരം ഉണ്ടാക്കുന്നത്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻ്റ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ ക്ഷണിക്കുന്നതും പിന്നീട് മലയാള സിനിമയിൽ ഒരു ചെറിയ സ്റ്റൂളാണെങ്കിൽ എനിക്ക് കിട്ടി. ഇതുപോലുള്ളൊരു കസേര ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന ഗുരുനാഥന്മാരാണ്, അവരിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അത് വലുതാണ്. അപ്പോൾ രഞ്ജിയേട്ടൻ്റെ പ്രാഞ്ചിയേട്ടൻ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമ വരികയാണ്. അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ളത് ഷാജി നടേശൻ, ഓഗസ്റ്റ് ഫിലിംസ്, പൃഥ്വിരാജ് വരുന്നു. അപ്പോൾ അതിൽ തുല്യമായിട്ടുള്ള രാജുവിൻ്റെ ഒപ്പമുള്ള വേഷമാണ്. രാജുവിനോടൊപ്പം ഞാൻ എൻജോയ് ചെയ്യുകയാണ്. കാരണം തുറന്ന മനസ്സുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ സ്വഭാവം പോലെ തന്നെയാണ് തോന്നിയത്, ഉള്ള കാര്യം തുറന്ന് പറയുക. അപ്പോൾ നമ്മൾ കറക്റ്റ് സിങ്കായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചുള്ള സീനുകളൊക്കെ നന്നായിട്ട് വർക്കൗട്ടായി. അങ്ങനെ രാജു പ്രൊഡ്യൂസറാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരാത്തൊരു സീനുണ്ട്, അതായത് രാജുവിൻ്റെ വീട്ടിലേക്ക് മീൻ മേടിച്ചുകൊണ്ട് പോകുന്നൊരു സീനാണ്. അപ്പോൾ രാജു നല്ലൊരു പ്രൊഡ്യൂസറാണെന്ന് എനിക്ക് മനസ്സിലായി തന്നാൽ ആ സീൻ വൈകിട്ട് ഒരു 8 മണിക്ക് എടുക്കാൻ പറ്റുള്ളൂ. സബ് ജയിലിൻ്റെ മുന്നിൽ നിന്നാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സീൻ. പക്ഷെ എടുക്കാൻ വരുമ്പോഴേക്കും മഴ പെയ്യും. ഈ മീൻ ഇത്ര ഉള്ളൊരു മീനാണ്, വേസ്റ്റ് ആവും. എനിക്ക് തോന്നുന്നൊരു 10,000-3000 രൂപ 4000 രൂപ വിലയുള്ള മീനാണ് ദിവസം മേടിക്കുന്നത്. അങ്ങനെ 3 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഈ മീൻ മേടിച്ചുകൊണ്ടിരുന്നു. എടുക്കാൻ പോകുമ്പോഴേക്കും മഴ പെയ്യുന്നു. അപ്പം ഞാൻ രാജുവിൻ്റെ അടുത്ത് ചോദിച്ചു, രാജു, ഞാൻ സെൻറ്റിമെൻറ്റ്സ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും നമ്മളൊരു സ്വന്തം ഒരു ഗ്യാങ്ങായിട്ടല്ലേ നിൽക്കുന്നത്. രാജു, ഇത് ഭയങ്കര നഷ്ടമല്ലേ, 3000 രൂപ 4000 രൂപ. മിസ്റ്റർ ടിനി ടോം, താങ്കൾ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം എന്താണ്? ഞാൻ പറഞ്ഞ് മീനും ചോറും. ഇന്ന് മേടിക്കുന്ന മീൻ ചീഞ്ഞു പോകുന്നില്ല, നാളെ നിങ്ങൾക്ക് ഭക്ഷണമായിട്ടാണ് തരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി, നല്ല പ്രൊഡ്യൂസറാണ്, പുള്ളി മേടിക്കണ കളയാനുള്ള പിറ്റേ ദിവസം അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും അന്ന് ഞാൻ ഓർത്ത് രാജു നല്ലൊരു പ്രൊഡ്യൂസർ. കാര്യം നിസ്സാര കാര്യമാണെങ്കിലും അത് കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുപോവാണ്. കാരണം ഇന്ന് 5000 രൂപ മീൻ മേടിച്ചിട്ടെങ്കിൽ നാളത്തെ അവിടെ സെറ്റിലെ ഫുഡ് അതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അർക്കീസ് കാണിക്കുന്നതൊന്നുമല്ല കേട്ടോ, എല്ലാവരും രാജുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനാണെങ്കിൽ യൂണിറ്റിലുള്ളവർക്ക് പോലും ഒരുപോലത്തെ സ്ഥലതാമസവും ഇതാണ്, പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് രഞ്ജിയേട്ടൻ്റെ കൂടെയുള്ളൊരു അനുഭവം. ഇത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുകയാണ്, അതായത് ശമ്പളം തന്നിട്ടില്ല, ഇന്ത്യൻ റുപ്പിയുടെ ശമ്പളത്തിന് വേണ്ടിയിട്ട് ഷാജി നടേശൻ, പൃഥ്വിരാജ് ഒരു പാടത്തേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിനി ടോം എത്ര രൂപയാണ് ഞങ്ങൾക്ക് തരുന്നത്? ഞാൻ പറഞ്ഞേ, അല്ല ഈ സിനിമയിൽ ചാൻസ് തന്നല്ലോ, അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങോട്ടാണ് കാശ് മേടിക്കുന്നത്, അപ്പോൾ എത്ര രൂപയാണ് നിങ്ങൾ തരാൻ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്താ ഗുണ്ടായിസോ? അപ്പോൾ ഇതിന് മുമ്പുള്ള പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിയേട്ടൻ്റെ ആയിരുന്നു, പ്രാഞ്ചിയേട്ടൻ. അപ്പോൾ രഞ്ജിയേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, രഞ്ജിയേട്ടൻ്റെ പ്രൊഡക്ഷനായിരുന്നു നല്ലത്, ഇതെന്താണ് ഗുണ്ടകൾ, അവർക്ക് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞ് തമാശയായിട്ട് അവർ പറഞ്ഞാണ്. എനിക്ക് ഇതുവരെയായിട്ട് ഞാൻ പറയുന്നത് അതാണ്, എൻ്റെ തുടക്കം എന്ന് പറയുന്നത് പ്രാഞ്ചിയേട്ടനാണ്. ഇപ്പോൾ ഒരു 10-100 പടത്തിനടുത്ത് ചെയ്തു, ചെറുതും വലുതുമായിട്ട്. വലിയ ശമ്പളമോ കോടികളോ ഒന്നും ഞാൻ മേടിച്ചില്ല, പക്ഷെ തന്നത് കൃത്യമായിട്ട്, ഒരാൾ പോലും 1 രൂപ കുറക്കാതെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കുന്നല്ലാതെ. കാരണം നിർമ്മാതാവ് എന്ന് പറയുന്നൊരു മാതാവാണ്, അവരാണ് ജന്മം നൽകുന്നത്, അവരെ ഞാൻ ദൈവമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, ഞാൻ കണ്ടിട്ട് പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞു, ഇവരെയൊക്കെ തന്നെയാണ് കൃത്യനിഷ്ഠയോടുകൂടി വന്ന് പണിയെടുക്കുന്നത്. ഒരുപാട് വേർത്ത കാശാണ്. അപ്പോൾ 6 മണിക്ക് വരാൻ പറയുമ്പോൾ 5:30 വരിക എന്നുള്ളതാണ്. കാരണം അവർ വേർത്ത കാശ് റിസ്ക് എടുത്തിട്ട് ഇത് ഇറക്കുകയാണ്. ഇത് ചീട്ടുകളി പോലെയാണ്, കിട്ടി പോയാൽ പോയി. അപ്പോൾ അവരോടൊപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. 6 മണിക്ക് വരാൻ പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചോറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ബഹുമാനക്കുറവാണ്. അത് ഞാൻ പറയണ്ടേ? ഞാനിതിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ചെറിയ കാശ് മേടിക്കുകയാണെങ്കിലും വലിയ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിലും അതിന് നമ്മൾ കൃത്യമായിട്ട് പണിയെടുക്കണം. അതിൻ്റെ 1000 ഇരട്ടി നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ. പലിശ കൊടുക്കുന്ന പരിപാടിയല്ല, എങ്കിലും നമുക്ക് വേണ്ടി കാശ് ഇറക്കുന്നവരുടെ കൂടെ നിൽക്കണം. അതൊക്കെ പഠിച്ചത് ഇതുപോലുള്ള ഗുരുക്കന്മാരുടെ വലിയ സിനിമകൾ കൃത്യനിഷ്ഠയോടുകൂടി മമ്മൂക്കയും, അതായത് രഞ്ജിയേട്ടൻ്റെ അതിനുശേഷമുള്ള 7 പടത്തോളം എനിക്ക് കണ്ടിന്യൂസ് എനിക്ക് വേഷങ്ങൾ കിട്ടി. കടൽ കടന്ന് മാത്തുക്കുട്ടിയും, സ്പിരിറ്റിൽ ലാലേട്ടൻ മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ആളായിട്ടും, ഇന്ത്യൻ റുപ്പിയിൽ പൃഥ്വിരാജിൻ്റെ സുഹൃത്തായിട്ടും, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഞാനെന്ന് പറയുന്ന സിനിമയിൽ മാത്രം എനിക്ക് പോകാതിരിക്കാൻ പറ്റിയത്. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ താടി വെച്ചിട്ടുണ്ടായിരുന്നു, പോലീസ് വേഷത്തിനെ വിളിച്ചത്. അപ്പോൾ വെള്ളിമൂങ്ങ ചെയ്യുന്നതുകൊണ്ട്
സാറ് പറഞ്ഞു നിനക്കൊക്കെ തിരക്കാണെന്ന് കേൾക്കുന്നതാണ് എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഗുരുക്കന്മാരോടൊപ്പം വന്നതുകൊണ്ടാണ് ഞാൻ ഡിസിപ്ലിൻഡായിട്ട് ഇന്നും ഈ ഫീൽഡിൽ നിലനിൽക്കാൻ. അതൊരു ഭാഗ്യമാണ്. ഇവരുടെയൊക്കെ കയ്യൊപ്പിലൂടെ എനിക്ക് സിനിമയിൽ നിലനിൽക്കാൻ സാധിക്കുന്നത്. കാണുന്നവർക്ക് ചിലപ്പോൾ എൻ്റെ ചെറിയ വേഷങ്ങളായിരിക്കാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കതൊക്കെ വലിയ വേഷങ്ങളാണ്, വലിയ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരമാണ്, സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളത് ചെറുതാണെങ്കിലും 100% ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു വിജയം കണ്ടെത്താൻ സാധിക്കും. അതൊക്കെ പഠിപ്പിച്ചു എന്നുള്ളത് ഈ ഗുരുക്കന്മാരാണ്.